നമസ്കാരം. 2 ദിവസം മുൻപ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിനടിയിൽപ്പെട്ട് ഇരുചക്രവാഹന യാത്രക്കാരിയായ ഒരു കുഞ്ഞുമോൾ എന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. അതൊരു സാധാരണ മരണമല്ല. അവരുടെ ശരീരത്തിലൂടെ മനഃപൂർവ്വം നാട്ടുകാരുടെ വിലക്കുകൾ അവഗണിച്ചുകൊണ്ട് കാറ് കയറ്റിയിറക്കി രക്ഷപ്പെടുകയായിരുന്നു അജ്മൽ എന്ന വാഹനം ഓടിച്ചിരുന്ന പ്രതി. അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഈ കാറിലുണ്ടായിരുന്നത് ശ്രീകുട്ടി എന്ന വാല്യത്ത് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ഒരു ഡോക്ടറും കൂടിയാണ്. ഇവർ നെയ്യാറ്റിൻകര സ്വദേശിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഇവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇവരുടെ അമ്മയെയും ഇവരുടെ പൂർവ്വകാല ജീവിതവും ഒക്കെ കുറിച്ചുള്ള പല വീഡിയോകളും ഇന്നലെ ഓൺലൈൻ ചാനലുകളിലൊക്കെ കാണാനിടയായി. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാളുമൊക്കെ ഉപരി ഇതൊരു പാഠമാണ്. അതായത് പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കുമൊക്കെ ഒരു പാഠമാണ് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ. ചില വീഡിയോകളിലൂടെ അറിഞ്ഞത് ഒരു വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കുകയായിരുന്ന ഇവരുടെ അമ്മ ആ വീട്ടുടമസ്ഥനെ വിവാഹം കഴിച്ചെന്നും അതിലുള്ള കുട്ടിയാണ് ഈ ശ്രീകുട്ടിയാണ് എന്നും ഒക്കെയാണ്. അതിനുശേഷം ആ വീട്ടിലെ ഡ്രൈവറോടൊപ്പം കുതിരക്കാരനായ, അതായത് കുതിരയുടെ ഹോഴ്സ് ട്രെയിനറായ ഒരു വ്യക്തിയോടൊപ്പം തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടുകയും പിന്നെ കുറേ കാലത്തിനു ശേഷം ഇവർ ഒരു കുട്ടിയുമായി മടങ്ങി വരികയും ചെയ്തു. പിന്നീട് വാശിയോടെ പഠിച്ച് ഡോക്ടറായി എന്നൊക്കെയാണ് വീഡിയോയിലൂടെ അറിഞ്ഞത്. അപ്പോൾ മക്കളെ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ കയറൂരി വിട്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഒരു പാഠം കൂടിയാണ് ഈ ശ്രീകുട്ടി. ആ ശ്രീകുട്ടി ഒരു നിസ്സാരക്കാരിയല്ല. അവർ അത്രയേറെ അവരുടെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അവരുടെ മുൻ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെയല്ല. ഒരുപക്ഷെ അവരുടെ ഒരു നിയന്ത്രണം, മാതാപിതാക്കളുടെ നിയന്ത്രണം, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന കുടുംബ പശ്ചാത്തലം കൊണ്ടായിരിക്കാം അവർ ആ രീതിയിൽ വഴിതെറ്റിപ്പോയത്. പക്ഷേ അതിൽ നിന്നൊക്കെ തിരുത്തിയാണ് അവർ പഠിച്ച് ഒരു ഡോക്ടറായത്. അതൊരു നിസ്സാര കാര്യമല്ല. പക്ഷേ എന്നിട്ടും എപ്പോഴും അവരുടെ കാലിടറിപ്പോയി അവർ മറ്റൊരു ചതിക്കുഴിയിലേക്ക് വീണുപോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും കരുതും വർഗീയവാദി, സംഘി, ചാണകം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ മുമ്പ് പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ മയക്കുമരുന്നുകൾ, പോലീസും നാർക്കോട്ടിക്കും ഡാൻസ് ഓഫ് ടീമും എക്സൈസും ഒക്കെ പിടിക്കുന്ന മയക്കുമരുന്ന് കടത്ത് സംഘത്തിൻ്റെ സംബന്ധിച്ചുള്ള വാർത്തകൾ, പത്രവാർത്തകളും മറ്റും എടുത്തു നോക്കുക. അതിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്നത് 90% കേസുകളിലും ഉണ്ടായിരിക്കുന്നത് ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും, 2-3 ആൺകുട്ടികളും. അതിൽ 2-3 ആൺകുട്ടികളും അല്ലെങ്കിൽ 1-2 ആൺകുട്ടികളും മുസ്ലിം നാമധാരികളായിരിക്കും. ഈ പെൺകുട്ടി ഒരിക്കലും ഒരു മുസ്ലിം ആയിരിക്കില്ല. ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ. ഈ പറയുന്നത് ഈ അജ്മൽ എന്ന് പറയുന്ന യുവാവിനെ 2 മാസം, വെറും 2 മാസത്തെ പരിചയം മാത്രമേ ശ്രീകുട്ടിക്കുള്ളൂ എന്നാണ്. അതുമാത്രമല്ല അവർക്ക് അവരുടെ പണവും അവരുടെ സ്വർണവും ഒക്കെ ഇയാൾ കൈക്കലാക്കിയെന്നും ഇവരുടെ ശമ്പളം കൊണ്ടാണ് അയാൾ ജീവിച്ചത് എന്നുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണ ഒരു ലോകപരിജ്ഞാനമില്ലാത്തൊരു പെൺകുട്ടിക്ക് പോലും ഒരാളിനെ ഇത്ര കണ്ണടച്ച് വിശ്വസിക്കില്ല. പിന്നെ ഒരു ഡോക്ടർ, ഇത്രയേറെ വിദ്യാഭ്യാസവും ലോകപരിചയവും അതിനേക്കാൾ ഉപരി മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കൈപ്പേറിയ അനുഭവമുള്ള ഒരു പെൺകുട്ടി ഒരു OP-യിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പേഷ്യൻറ്റിനോട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ അയാളോടൊപ്പം വന്ന ഒരാളോടോ ഇത്തരത്തിലുള്ള ഒരു അടുപ്പം കാണിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അപകടം നടന്ന സമയത്ത് ഇവർ മദ്യപിച്ചിരുന്നു, മറ്റു ലഹരികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അതുമാത്രമല്ല ഈ പ്രതിയായ അജ്മൽ ചന്ദന കള്ളക്കടത്ത് കേസിലും കഞ്ചാവ് കേസിലും ഒക്കെ പ്രതിയുമാണ്. അപ്പോൾ തീർച്ചയായും ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഈ ശ്രീകുട്ടിക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടായിരിക്കണം അജ്മലിനെ പരിചയപ്പെട്ടത് എന്ന്. അത് മറ്റൊരു വശം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കൾക്കൊരു പാഠമാണ് ഈ ശ്രീകുട്ടി എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയും, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും രാത്രി ഒന്ന് മയങ്ങിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ, ഇതൊരു റോഡാണ് അല്ലെങ്കിൽ നാട്ടുകാർ നടന്നു പോകുന്നുണ്ട്, ആൾക്കാർ നടന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പോലും വിസ്മരിച്ചുകൊണ്ട് അവരൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടാൽ ഈ കുട്ടികളുമായും ഒക്കെ വരുന്ന അച്ഛനമ്മമാരൊക്കെ കണ്ണുപൊത്തി നടക്കേണ്ട സ്ഥിതിയാണ്. അതുപോലെ തന്നെയാണ് മാനവീയം വീഥി. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു വികസന പദ്ധതിയാണ്, അഭിമാനത്തോടു കൂടി പറയുന്നൊരു വികസന പദ്ധതിയാണ് മാനവീയം വീഥി. ഈ മാനവീയം വീഥിയിലൊക്കെ നടക്കുന്ന പേക്കൂത്തുകൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുകയാണ്. ഇപ്പോൾ ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ 10 മണിക്ക് ശേഷം മാനവീയം വീഥിയിൽ മറ്റ് പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്നൊരു നിവേദനം കൊടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഈ മക്കളെ നിയന്ത്രിക്കേണ്ട മാതാപിതാക്കൾ അവരിങ്ങനെ കയറൂരി വിട്ടിരിക്കുമ്പോൾ അവർ ഏത് കൂട്ടുകെട്ടിലാണ് പോകുന്നത്, അവരോടൊപ്പം സഹവസിക്കുന്നവരാരാണ്, അവരുടെ കൂട്ടുകെട്ടുകൾ ആരാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതൊന്നും മാതാപിതാക്കൾ നോക്കുന്നില്ല. അത് നമ്മളൊരു 10-15 വർഷം മുമ്പ് വരെ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ കുട്ടികളെ നിയന്ത്രിക്കാനും അവരോട് കാര്യങ്ങൾ ചോദിക്കാനും അവരുടെ ഫോണുകൾ പരിശോധിക്കാനും അവരുടെ കൂട്ടുകാരാരാണ് എന്നൊക്കെ ചോദിച്ചറിയാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്നത്തെ സ്ഥിതി മാറ്റമാണ്. ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പോലും പാടില്ല. ആ
രീതിയിലേക്ക് നമ്മുടെ തലമുറയെ ആരൊക്കെയോ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീകുട്ടി ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതിനവർക്ക് പരമാവധി ശിക്ഷയും കൊടുക്കണം. പക്ഷേ ശ്രീകുട്ടി എന്നുള്ളൊരു വിഷയം മാറ്റിവെച്ചാൽ പോലും ഈ പറയുന്ന മാതാപിതാക്കൾ എത്രയോ പേർ ഹണി ട്രാപ്പ് നടത്തി ജീവിക്കുന്ന എത്രയോ ആൾക്കാർ, സ്ത്രീകളുണ്ട് ഇവിടെ. അതായത് കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഓരോ വർഷവും സമ്പാദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പോലും അറിയാം, എനിക്ക് മാത്രമല്ല ഇവിടെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആർക്കും മിണ്ടാൻ കഴിയില്ല. ആർക്കും ഇവരെക്കുറിച്ച് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നായി, പിന്നെ അത്തരത്തിലുള്ള കേസുകളും പിന്നെ നിയമ നടപടികളുമൊക്കെ നേരിടേണ്ടി വരുന്നത് കൊണ്ടൊക്കെ പലരും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ സമൂഹത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലും ഒക്കെ വന്നിരുന്ന് വളരെ രീതിയിൽ പതിവ്രതയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ ഘോരം സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവരെക്കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരക്കാർക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരെ അറിയുന്ന, ഇവരുടെ പ്രവൃത്തികൾ അറിയുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു യാതൊരു നാണക്കേടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധമോ ഇല്ലാതെയാണ് ഇത്തരക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വന്നിരുന്ന പൊതുവിഷയത്തെക്കുറിച്ച് ഇത്തരത്തിൽ വാദോരാതെ സംസാരിക്കുന്നത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഒരു കുടുംബത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ മയക്കുമരുന്നുമായി മറ്റൊരു പയ്യനോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതും ഒരു മുസ്ലിം നാമധാരിയാണ് പയ്യൻ. പെൺകുട്ടി ക്രിസ്ത്യാനിയോ മറ്റോ ആണ്. ആ പെൺകുട്ടി അന്ന് നിലവിളിച്ചത് നീ എന്നെ ചതിച്ചില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ചതിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അവൾക്ക് ചിന്തിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചതോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരിയോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറുള്ള കുട്ടിയോ ഒന്നുമല്ല. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. BSc നഴ്സിംഗിന് പഠിക്കുകയാണ് ബാംഗ്ലൂരുവിൽ. അങ്ങനെയുള്ള ഒരു കുട്ടിയെ കബളിപ്പിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇത് മാതാപിതാക്കൾ, ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു വലിയ പാഠം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കളുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുകയാണ്. അപ്പം മക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചുരുങ്ങിയ പക്ഷം, എനിക്ക് തുറന്നു പറയാനുള്ളത്, മക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ അതിന് തുനിഞ്ഞിറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള മക്കൾക്ക് ജന്മം കൊടുത്ത് അവർ പൊതുസമൂഹത്തിന് ഒരു ബാധ്യതയും അല്ലെങ്കിൽ ഭീഷണിയും ഒക്കെ ആയിത്തീരുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ പെൺകുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. മയക്കുമരുന്ന് കേസുകൾ മാത്രമല്ല, മറ്റു പല കേസുകളും കുറ്റകൃത്യങ്ങളും പെൺകുട്ടികൾ ഉൾപ്പെടുന്ന കേസുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ചോദിക്കും, ആൺകുട്ടികളെക്കുറിച്ച് പറയാത്തത് എന്താണെന്ന്. എപ്പോഴും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ഉള്ള പ്രവണത കൂടുതൽ സ്ത്രീകൾക്കാണല്ലോ. ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ പറയുന്നത് സ്ത്രീ എന്ന പരിഗണന നൽകിപ്പോലും നിയമം അവർക്ക് ജാമ്യം അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 2ാം പ്രതിയായ അനിതകുമാരി, പത്മകുമാറിൻ്റെ ഭാര്യ അനിതകുമാരിക്ക് സ്ത്രീ എന്നുള്ള പരിഗണന നൽകിയാണ് നിയമം അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 1ാം പ്രതിയായ പത്മകുമാർ ഒരു പുരുഷനായതുകൊണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ, അവരെ കുറ്റപ്പെടുത്തി എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ വിഷയം. അവരൊരു കുറ്റകൃത്യം ചെയ്തു, അതിന് നിയമപരമായിട്ടുള്ള ഒരു ശിക്ഷയ്ക്ക് അവർ അർഹയാണ്. അത് നിയമം തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇതൊരു വലിയ പാഠമായി ഉൾക്കൊണ്ട് കേരളത്തിലെ മാതാപിതാക്കൾ ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരായിരിക്കും നാളെ ഒരു കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം.